RSS ತಗೊಂಡು ದಲಿತ ಮನುಷ್ಯನಿಗೆ ಅದಕ್ಕೆ ಬೇಕು ನನ್ನ ಪ್ರಶ್ನೆ ಅಪ್ಪ. ഒരു ദലിതന് RSSൽ എന്താണ് കാര്യം? RSSൽ ഒരു ദലിതന് പ്രസക്തിയുണ്ടോ? ഇതിലും വലിയ ജാതി അധിക്ഷേപം ഇനിയുണ്ടോ എന്നതാണ് അടുത്ത ചോദ്യം. പറഞ്ഞു വരുന്നത് കർണാടകയിൽ നിന്നും ഉയരുന്ന ജാതി അധിക്ഷേപത്തെ കുറിച്ചാണ്. ഇത് കേവലം അധിക്ഷേപമായി ഒതുങ്ങുന്ന ഒന്നല്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വത്തെക്കുറിച്ച് നമ്മൾ വാതോരാതെ സംസാരിക്കാറുണ്ട്. എന്നാൽ ഒരു ദലിത് നേതാവ് രാജ്യത്തെ ഏറ്റവും വലിയ അദൃശ്യ ശക്തിയായ RSSനോട് ചില ന്യായമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉടൻ അയാളുടെ ജാതി തിരഞ്ഞു പിടിച്ച് അധിക്ഷേപിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. കർണാടക ആഭ്യന്തരമന്ത്രിയും പ്രമുഖ ദലിത് നേതാവുമായ പ്രിയങ്ക് ഖാർഗെയെ ജാതീയമായി അധിക്ഷേപിച്ചുകൊണ്ട് BJP MP രമേശ് ജിഗജിനാഗി നടത്തിയ പ്രസ്താവന കേട്ടാൽ ഒരു കാരണം മനസ്സിലാക്കാൻ കഴിയും. നടക്കുന്ന ജാതി കൊലപാതകങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും നല്ല വളക്കൂറുള്ള മണ്ണായി നമ്മുടെ രാജ്യം മാറുന്നതിന്റെ പ്രധാന കാരണം. ഇവിടെ പ്രിയങ്ക് ഖാർഗെ ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? Every temple has to give accounts. Every donation is accounted for. Why RSS is not accounted for? മറ്റ് ട്രസ്റ്റുകളെയും കമ്പനികളെയും NGOകളെയും പോലെ RSSും നിയമപരമായി രജിസ്റ്റർ ചെയ്യണം. അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ വ്യക്തമാക്കണം. ഫണ്ടിന്റെ വിവരങ്ങളും നികുതി വിവരങ്ങളും സുതാര്യമാക്കണം. ഇതല്ലേ അദ്ദേഹം ചോദിച്ചത്? When you are not a registered organization, under which law are you functioning? RSSന്റെ തന്നെ സ്വന്തം വാർഷിക റിപ്പോർട്ട് പ്രകാരം കർണാടകയിൽ മാത്രം 4000-ലധികം ദൈനംദിന ശാഖകളും 1000-ലധികം പ്രതിവാര കൂട്ടായ്മകളും 2000-ലധികം സമാജോത്സവങ്ങളും നടക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു നെറ്റ്വർക്ക് കൊണ്ടു നടക്കുന്ന സംഘടന അതിന്റെ സാമ്പത്തിക സ്രോതസ് വെളിപ്പെടുത്തണമെന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് എങ്ങനെയാണ് തെറ്റാകുന്നത്? പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ BJPക്ക് കഴിയില്ല. അതിനു പകരമാണ് അവർ പ്രിയങ്ക് ഖാർഗെയുടെ ജാതി പിടിച്ച് അധിക്ഷേപിക്കുന്നത്. ദലിതർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ എന്ത് യോഗ്യതയാണുള്ളതെന്നാണ് BJP MP ചോദിക്കുന്നത്. ജനാധിപത്യ ഇന്ത്യയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ദലിത് സമൂഹത്തിന് യോഗ്യതയില്ലേ? അവർക്ക് ഭരണഘടനാപരമായ അവകാശങ്ങളില്ലേ? സവർണബോധത്തിലൂന്നിയുള്ള ഇത്തരം പ്രസ്താവനകൾ BJPയുടെ യഥാർത്ഥ മുഖമാണ് പുറത്തു കൊണ്ടുവരുന്നത്. മാത്രമല്ല RSSനെതിരെ രംഗത്ത് വന്നവർ ആരും ചരിത്രത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല എന്നൊരു ഭീഷണിയും BJP നേതാവ് മുഴക്കുന്നുണ്ട്. ഇത് വെറുമൊരു വാക്കല്ല, ചോദ്യം ചോദിക്കുന്ന ദലിത് ശബ്ദങ്ങളെ ഭയപ്പെടുത്തി ഇല്ലാതാക്കാനുള്ള ആസൂത്രിത ശ്രമമാണ്. മല്ലികാർജുൻ ഖാർഗെയുടെ മകനായതുകൊണ്ട് മാത്രമാണ് പ്രിയങ്ക് മന്ത്രിയായതെന്നും ഭരിക്കാനുള്ള ശേഷി ദലിതനായ പ്രിയങ്കിനില്ലെന്നും പറയുന്ന BJPയുടെ ഈ നിലപാട് തികച്ചും അപലപനീയമാണ്. ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ജാതി അധിക്ഷേപവും ഭീഷണിയും ആയുധമാക്കുന്ന BJPയുടെ ഈ സവർണ രാഷ്ട്രീയത്തിനെതിരെ നമ്മൾ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചേ മതിയാകൂ.